2 ദിവസത്തെ പോരാട്ടത്തിനൊടുവിൽ ബലൂച്ച് ലിബറേഷൻ ആർമി നുഷ്കിയിലെ പ്രാഥമിക പാകിസ്ഥാൻ സൈനിക ക്യാമ്പ് വിജയകരമായി കീഴടക്കി പിടിച്ചെടുത്തതായി അവകാശപ്പെട്ടു. ഓപ്പറേഷൻ ഹീറോ 2.0 എന്ന് പേരിട്ടിരിക്കുന്ന വമ്പിച്ച ഒന്നിലധികം ജില്ലകളെ ഉൾക്കൊള്ളുന്ന ഒരു ആക്രമണത്തെ തുടർന്നാണ് ഈ വികസനം പതിറ്റാണ്ടുകളിലെ ഏറ്റവും മാരകമായ അസ്വസ്ഥതയിലേക്ക് പ്രവിശ്യയെ തള്ളിവിട്ടത്. ബലൂചിസ്ഥാനിലെ 12 സ്ഥലങ്ങൾ നടത്തിയ മിന്നലാക്രമണത്തിന്റെ ഭാഗമായി ജനുവരി 31 ശനിയാഴ്ച പുലർച്ചെയാണ് നുഷ്കി സൈനിക ആസ്ഥാനത്തിന് നേരെ ആക്രമണം ആരംഭിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. തങ്ങളുടെ എലൈറ്റ് ഫത്തേ സ്ക്വാഡ് ചാവേർ ബോംബർമാരെ ഉപയോഗിച്ച് ക്യാമ്പിന്റെ പരിധി ലംഘിച്ച് 40 മണിക്കൂർ നീണ്ടുനിന്ന വെടിവയ്പിൽ ഏർപ്പെട്ടതായി BLA വക്താവ് ജിയാൻ ബലൂച്ച് പ്രസ്താവന ഇറക്കി. BLAയുടെ ബഹുമുഖ ആക്രമണത്തെ തുടർന്ന് നുഷ്കിയിലെ തന്ത്രപ്രധാനമായ സൈനിക ക്യാമ്പിൽ നിന്നും രക്ഷപ്പെടാൻ പാകിസ്ഥാൻ ആർമി സൈനികർ അവരുടെ പോസ്റ്റുകളും യൂണിഫോമുകളും ഉപേക്ഷിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നിരുന്നാലും വീഡിയോയുടെ ആധികാരികത പരിശോധിക്കാൻ കഴിഞ്ഞില്ല. ബലൂചിസ്ഥാനിലുടനീളം തുടർച്ചയായി നടന്ന വെടിവെപ്പ് ബോംബാക്രമണങ്ങളിൽ 50 പേർ കൊല്ലപ്പെട്ടതായും 40 മണിക്കൂർ നീണ്ടുനിന്ന പോരാട്ടത്തിൽ പാകിസ്ഥാൻ സുരക്ഷാ സേന 145 തീവ്രവാദികളെ വധിച്ചതായും പ്രവിശ്യ മുഖ്യമന്ത്രി ഞായറാഴ്ച പറഞ്ഞിരുന്നു. ഇറാനും അഫ്ഗാനിസ്ഥാനും അതിർത്തി പങ്കിടുന്ന വിഭവസമൃദ്ധമായ പ്രവിശ്യയിലെ വിമതർ സുരക്ഷാ സേനയ്ക്കും സാധാരണക്കാർക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ആക്രമണം ശക്തമാക്കുന്നതിനാൽ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിലെ അധികാരികൾ വർഷങ്ങളായി ഉണ്ടായിട്ടുള്ള ഏറ്റവും മാരകമായ പൊട്ടിത്തെറികളിൽ ഒന്നിനെ നേരിടുകയാണ്. ഓരോ സംഭവത്തിലും അക്രമികൾ സാധാരണക്കാരുടെ വേഷം ധരിച്ച് കടകളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരെ വിവേചനരഹിതമായി ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയത്. പാകിസ്ഥാൻ ജൂനിയർ ആഭ്യന്തരമന്ത്രി തലാൽ ചൗധരി പറഞ്ഞു. തീവ്രവാദികൾ സാധാരണക്കാരെ മനുഷ്യ കവചമായി ഉപയോഗിച്ചിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫെബ്രുവരി 1 ഞായറാഴ്ച കൊറ്റയിൽ ഒരു പത്രസമ്മേളനത്തിൽ സംസാരിച്ച ബലൂചിസ്ഥാൻ മുഖ്യമന്ത്രി സർഫറാസ് ബുക്തി സുരക്ഷാ സേന വെറും 40 മണിക്കൂറിനുള്ളിൽ 145 തീവ്രവാദികളെ ഇല്ലാതാക്കിയതായി സ്ഥിരീകരിച്ചു. സമീപകാല ചരിത്രത്തിലെ കലാപത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണിതെന്ന് അദ്ദേഹം പ്രത്യാക്രമണത്തെ വിശേഷിപ്പിച്ചു. 145 തീവ്രവാദികളുടെ മൃതദേഹങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. അവർ ഞങ്ങളുടെ നഗരങ്ങളെ ബന്ദികളാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞങ്ങളുടെ സൈന്യം അവരെ അതിശക്തമായ ധീരതയോടെ പിന്തിരിപ്പിച്ചു. പാകിസ്ഥാനിലെ ഏറ്റവും വലുതും ദരിദ്രവുമായ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ കൂടുതൽ സ്വയംഭരണവും പ്രകൃതി വിഭവങ്ങളുടെ കൂടുതൽ വിഹിതവും തേടിയുള്ള വംശീയ ബലൂച്ച് വിഘടനവാദികളുടെ നേതൃത്വത്തിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന കലാപത്തെ അഭിമുഖീകരിക്കുന്നു. പാകിസ്ഥാൻ സുരക്ഷാ സേനയിലെ 84 പേരെ കൊലപ്പെടുത്തിയതായും 18 പേരെ പിടികൂടിയതായും സംഘം അവകാശപ്പെട്ടു. റോയിട്ടേഴ്സിന് ഈ അവകാശവാദം സ്വതന്ത്രമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. അഭിപ്രായത്തിനായുള്ള അഭ്യർത്ഥനയോട് സൈന്യം ഉടൻ പ്രതികരിച്ചില്ല. 2 ആക്രമണങ്ങളിൽ സ്ത്രീ കുറ്റവാളികളും തീവ്രവാദികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറഞ്ഞു. സാധാരണക്കാർ, തൊഴിലാളികൾ, താഴ്ന്ന വരുമാനക്കാർ എന്നിവരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഏതെങ്കിലും നഗരത്തിന്റെയോ തന്ത്രപ്രധാന കേന്ദ്രത്തിന്റെയോ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള തീവ്രവാദികളുടെ ശ്രമങ്ങളെ സുരക്ഷാ സേന പരാജയപ്പെടുത്തിയതായി സൈന്യം അറിയിച്ചു. ഫെബ്രുവരി 2 മുതൽ ബലൂചിസ്ഥാനിൽ ഭാഗികമായ ആശയവിനിമയം തടസ്സപ്പെട്ടിരുന്നു. കൊറ്റ, നുഷ്കി, ഗ്വാദർ എന്നിവിടങ്ങളിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. അതേസമയം പ്രവിശ്യയിലുടനീളമുള്ള ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. സൈന്യം ഓപ്പറേഷന്റെ തുറക്കൽ ഘട്ടത്തിലാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും തർക്കത്തിലുള്ള സൈനിക ക്യാമ്പിന് ചുറ്റും സുരക്ഷാ വലയം നിലനിൽക്കുന്നതിനാൽ പിരിമുറുക്കം കൂടുതലാണെന്ന് നുഷ്കിയിലെ താമസക്കാർ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വിയും പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫും ഇന്ത്യൻ പിന്തുണയുള്ള തീവ്രവാദികളാണ് രക്തച്ചൊരിച്ചിലിന് പിന്നിലെന്ന് പരസ്യമായി കുറ്റപ്പെടുത്തി. ഇസ്ലാമാബാദ് ആക്രമണകാരികളെ ഫിത്ന അൽ ഹിന്ദുസ്ഥാൻ എന്ന പേരിൽ മുദ്രകുത്തി ബലൂച്ച് വിഘടനവാദികൾക്ക് അതിർത്തി കടന്നുള്ള പിന്തുണ നൽകുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന പദത്തെ വിവരിക്കാൻ ഇപ്പോൾ സംസ്ഥാനം ഉപയോഗിക്കുന്ന പദമാണിത്. മറുപടിയായി ന്യൂഡൽഹി ഈ ആരോപണങ്ങളെ വ്യക്തമായി തള്ളിക്കളയുകയും ചെയ്തു. വിദേശകാര്യ മന്ത്രാലയം ഞായറാഴ്ച ഒരു പ്രസ്താവന ഇറക്കി. ഈ അവകാശവാദങ്ങളെ അടിസ്ഥാനരഹിതവും ബാലിശവും എന്ന് വിശേഷിപ്പിച്ചു. അയൽക്കാർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് പകരം സ്വന്തം പൗരന്മാരുടെ ന്യായമായ പരാതികൾ പരിഹരിക്കണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.